സുഭാഷിതങ്ങൾ 23-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. മകനെ, ശ്രദ്ധിച്ച് കേൾക്കുക, വിവേകം പുലർത്തുക, മനസ്സിനെ നല്ല വഴിക്ക് നയിക്കുകയും ചെയ്യുക. അമിതമായി വീഞ്ഞു കുടിക്കുകയും മാംസം ഭക്ഷിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ പെടരുത്. എന്തെന്നാൽ മദ്യപനും ഭോജനപ്രിയനും ദാരിദ്ര്യത്തിൽ അകപ്പെടും. മത്തുപിടിച്ച് മയങ്ങുന്നവന് ഈറത്തുണി ഉടുക്കേണ്ടി വരും. യേശുക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, അമിതമായി മദ്യപിക്കുന്നവർക്ക് സംഭവിക്കുന്ന ഒരു വലിയ അപകടത്തെക്കുറിച്ചാണ് ബൈബിളിൽ നമ്മളെ സൂചിപ്പിക്കുന്നത്. നിനക്ക് എന്തുമാത്രം സ്വത്തുണ്ടെങ്കിലും എന്തുമാത്രം സമ്പാദ്യമുണ്ടെങ്കിലും നീ ഒരു മദ്യപാനിയാണെങ്കിൽ നിനക്ക് അവസാനം ഈറത്തുണിയെ ഉണ്ടാകുകയുള്ളെന്നാണ് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഏറ്റവും സ്നേഹമുള്ളവരെ, ഈ അമിതമായിട്ട് മദ്യപിക്കുകയും മയക്കുമരുന്നും പുകവലിയുമെല്ലാം ഉപയോഗിക്കുന്നവരെ ഒരു നിമിഷം നമുക്ക് ഓർക്കാം. ഈ നിമിഷം നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോ അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ദുശീലത്തെ വേരോടെ പിഴുത് ഈശോൻ്റെ കുരിശിൻ ചുവട്ടിലേക്ക് എറിയപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിലെ ഏറ്റവും സ്നേഹമുള്ളവരെ, ഈ നോമ്പ് കാലഘട്ടത്തിൽ ഈശോയ്ക്ക് സമർപ്പിക്കുന്ന നമ്മുടെ ഈ പ്രാർത്ഥന ഈശോ കേൾക്കാതിരിക്കത്തില്ല. കണ്ണീരോടെ, ഉള്ളു നിറഞ്ഞ വേദനയോടെ സ്വന്തം കുടുംബം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കുടുംബനാഥൻ്റെ ദുഃഖത്തെ നമുക്ക് ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിക്കട്ടെ. ദൈവം അവർക്ക് വേണ്ടി ശക്തമായ ഇടപെടലുണ്ടാകുകയും മദ്യത്തിനും മയക്കുമരുന്നിനും വിടുതൽ അവർക്ക് ലഭ്യമാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.